നിങ്ങൾ സർപ്പസമാധിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ചില വിശിഷ്ട സർപ്പങ്ങൾ തല ഉയർത്തിപ്പിടിച്ച് ധ്യാനനിരതരായി 3.5 ചുറ്റായിരുന്ന് സ്വയം ജീവൻ വെടിയുന്നതിനെ സർപ്പസമാധി അല്ലെങ്കിൽ നാഗസമാധി എന്ന് പറയുന്നു. ശരിയായ വാക്ക് സർപ്പസമാധി എന്നാണ്. കാലക്രമേണ ഇതിനു ചുറ്റും പ്രകൃതിദത്തമായി പുറ്റുമണ്ണ് വന്ന് ചിതൽപുറ്റായി രൂപാന്തരം പ്രാപിക്കുകയും അത് മണ്ണിൽ ലയിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ ചുതൽപുറ്റുകളും ഇതാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത്തരത്തിലുള്ള സർപ്പസമാധിക്കരികിലായി അതിൻ്റെ ഇണയും വന്ന് സമാധിയിരിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ സമാധിയിരിക്കുവാൻ സർപ്പങ്ങൾ സ്വയം കണ്ടെത്തിയ യോഗ്യമായ ഭൂമിയാണ് സർപ്പഭൂമി. പണ്ട് കാലത്ത് കൃഷിക്കും ഭൂമി വെട്ടിപ്പിടിക്കുന്നതിനുമായി കാടുകൾ വെട്ടിത്തെളിക്കുവാൻ കാട്ടിൽ കയറിയവർ ഇങ്ങനെ 3.5 ചുറ്റായി ജീവൻ വെടിഞ്ഞിരിക്കുന്ന സർപ്പസമാധികൾ കണ്ടെത്തി അവിടം അവർ പുണ്യഭൂമിയായി കണ്ട് നീക്കിയിടുകയും അവിടെ വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്തു. ഇവിടം പിന്നീട് സർപ്പക്കാവ് എന്നറിയപ്പെട്ടു. മഴക്കാലത്ത് ഇത്തരം ചിതൽപുറ്റുകൾ മണ്ണിൽ ലയിച്ചു ചേരാൻ ഇടയുള്ളതിനാലും ഈ സ്ഥലം പിന്നീട് വരുന്ന തലമുറയ്ക്ക് തിരിച്ചറിയാൻ സഹായമായ രീതിയിലും അവിടെ സർപ്പശിലകൾ സ്ഥാപിക്കുകയും തുടർന്ന് ആരാധനയുടെ ഭാഗമായി സർപ്പം പാട്ട്, പൂജകൾ തുടങ്ങിയവ അനുവർത്തിക്കുകയും ചെയ്തു. ഇത്തരം കാവുകളിൽ സർപ്പ കളമെഴുതിപ്പാട്ടും സമാധിയായ സർപ്പങ്ങളുടെ ആത്മാവ് കർമ്മിയിൽ സന്നിവേശിച്ച് ഉറഞ്ഞു തുള്ളുകയും ഭാവി കാര്യങ്ങൾ പറയുകയും ചെയ്യും. പൂജാതി കാര്യങ്ങൾ അറിയാത്ത ചില കുടുംബാംഗങ്ങളിലും ഈ സമയത്ത് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. സർപ്പങ്ങൾ അധിവസിക്കാനായി പുരാണങ്ങൾ പ്രകാരം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഭൂമി ആയതിനാലാണ് കേരളത്തിൽ ഇത്രയധികം സർപ്പക്കാവുകൾ ഉള്ളത്. കൂടാതെ പരശുരാമൻ വിട്ടു നൽകി കുടിയിരുത്തപ്പെട്ടു എന്ന് കരുതുന്ന സർപ്പക്കാവുകളും നാഗക്ഷേത്രങ്ങളും ഇതിനു പുറമെയാണ്. ഇന്ന് കന്നിമാസത്തിലെ ആയില്യം. എല്ലാവർക്കും സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ലഭിക്കട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം.